നെയ്പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഇന്ന് കാണിച്ചു തരുന്നത്. ഇതാ കണ്ടോ, നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടാറില്ലേ നെയ്പായസം, കടും പായസം എന്നൊക്കെ പറഞ്ഞിട്ട് കറുത്ത നിറത്തിലുള്ള പായസം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കലരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് ഉണക്കലരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കുരുക്കിയെടുക്കുക കേട്ടോ. അപ്പം ശർക്കര ഉരുക്കി വരുന്ന സമയത്തേക്ക് നമുക്ക് ഉണക്കലരി കഴുകി നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകി കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിൽ 1.5 ഗ്ലാസ് അരി 3.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. 3-4 വിസിൽ കേൾക്കുമ്പോഴേക്കും അരി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഓഫ് ചെയ്തെടുക്കാം. ഇതിനെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, 1.5 ഗ്ലാസ് അരി തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. 1 ഗ്ലാസ് അരി എടുത്താലും നന്നായിട്ട് കറുത്ത നിറത്തിലുള്ള പായസം കിട്ടും. പക്ഷെ എനിക്കിവിടെ പായസത്തിന് അധികം മധുരം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അരിയുടെ അളവ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ. അതാ കുക്കറിൽ അരി വെന്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ 3 ടീസ്പൂൺ നറുനെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഉണ്ടല്ലോ, ആ ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിക്കുക കേട്ടോ. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ 3-4 ഏലക്കായും ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഇത് ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കേണ്ട, ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇതാ കണ്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് ശർക്കര എടുക്കാം. അപ്പോൾ പായസത്തിന് നല്ല കടുത്ത കറുത്ത നിറം കിട്ടും. അങ്ങനെയാണ് നമുക്ക് കടും പായസമായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1.5 ഗ്ലാസ് അരിയും 1/2 കിലോഗ്രാം ശർക്കരയാണ്. അതാകെ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു പിടി ഉണക്കമുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകി ഒരു 10 മിനിറ്റോളം കുതിരാൻ വെച്ചതിന് ശേഷം ഇതിനു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കൈ വിടാതെ ഇളക്കണം കേട്ടോ. അത് കണ്ടോ, വെള്ളം വറ്റി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുറി തേങ്ങ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ട് അത് മൂപ്പിച്ചിട്ട് നെയ്യിൽ വറുത്ത് മൂപ്പിച്ച് കോരിയെടുത്തിട്ട് നമുക്ക് ഈ പായസത്തിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇവിടെ നല്ല ബ്രൗൺ നിറമാവുന്ന വരെ ഞാൻ തേങ്ങ വറുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബ്രൗൺ നിറം ആവണമെന്നില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വറുക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് നല്ല ബ്രൗൺ നിറമുള്ള തേങ്ങ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അധികം ബ്രൗൺ നിറമാവാതെ തേങ്ങ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പായസം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കറുത്ത പായസത്തിൽ കറുത്ത ഉണക്കമുന്തിരിയും വെളുത്ത തേങ്ങയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. പിന്നെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുളസി ഇലയും ചെത്തിപ്പൂവും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4-5 തുളസി ഇലയും ഒരു 5-6 ചെത്തിപ്പൂവും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പോഴേക്കും ചൂടാറും. ഈ ചെത്തിപ്പൂവിൻ്റെയും തുളസി ഇലയുടെയും എല്ലാം ഫ്ലേവർ ആ പായസത്തിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ചെയ്യണ്ട, അങ്ങനെ അല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. അത് മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, 1 ഗ്ലാസ് അരിക്ക് 1/2 കിലോഗ്രാം ശർക്കര എടുക്കുമ്പോൾ ഈ പായസത്തിന് നല്ല കടുത്ത കറുത്ത നിറം കിട്ടും കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് അരിയും 1/2 കിലോഗ്രാം ശർക്കരയാണ്. അതുകൊണ്ടാണ് ആ പായസത്തിന് കടുത്ത നിറം കിട്ടാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ക്ലാസ് ഇല്ലാത്ത ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ അവർക്ക് വിശക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാം. എപ്പോഴും കടകളിൽ നിന്ന് കിട്ടുന്ന എണ്ണ പലഹാരങ്ങൾ വാങ്ങാതെ ഇരിക്കാമല്ലോ. ഏവർക്കും നന്ദി, നമസ്കാരം.